നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്ന ഒരു കുഞ്ഞു യാത്രയുണ്ടെന്നുള്ളത് കേരളത്തിൽ തന്നെ കേട്ടോ. കേരളം വിട്ട് പോകാനുള്ള സാഹചര്യത്തിലല്ല ഇപ്പോൾ. അപ്പോൾ നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് ചട്നി മാമിയിലേക്ക് കയറിയിരിക്കുകയാണ്. ചട്നി മാമി കുറേ നാൾ കൊണ്ട് വരണം എന്ന് കരുതുന്നു, പക്ഷെ നടക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ഇതുവഴിയാണ് പാസ് ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് രാവിലെ തന്നെ തീരുമാനിച്ചു ചട്നി മാമിയിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അതുവഴി പോകാമെന്നുള്ളത്. സ്ഥലം എവിടെയാണെന്നുള്ളത് നമ്മൾ അവിടെ എത്തിയിട്ടേ ഞാൻ പറയുന്നുള്ളൂ. അതുവരെ ഇരുന്ന് നിങ്ങൾ വീഡിയോ കാണുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മളൊരു യാത്രയ്ക്ക് ഇറങ്ങി ചട്നി മാമിയിൽ വന്ന് ബാഹുബലി ദോശ, അതാണല്ലോ ഇവിടുത്തെ ഫേമസ്. അതൊന്ന് കഴിക്കാൻ തരും. നല്ല കിടില ആംബിയൻസ്, നല്ല രസമുണ്ട് കേട്ടോ. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലം. ഇപ്പം അത് മാത്രമേ ഉള്ളൂ ചിന്തയിൽ. ഫോട്ടോഷൂട്ട് നല്ല രസമുണ്ട്. ചട്നി മാമി, ഫേമസ് ചട്നി മാമി. ഇഫ് യു എൻജോയ്ഡ് യുവർ മീൽ, റിംഗ് ദ ബെൽ. മീൽ ഇഷ്ടമായാലും ബെല്ലടിക്കാൻ. മനസ്സും വയറും നിറച്ച് കഴിക്കുക, എന്നാൽ വാങ്ങിയത് മുഴുവൻ കഴിക്കാതിരിക്കുക. 3 നേരം ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവർ നമുക്ക് ചുറ്റിലുമുണ്ട്, അത് ഓർക്കുക. എവിടെ ഇരിക്കാം? അവിടെ ആളുണ്ട്, അല്ലെങ്കിൽ അവിടെ ഇരിക്കാം. അങ്ങോട്ടിരിക്കാം. നല്ലതായിട്ട് വോയിസൊക്കെ കൊടുത്ത് നന്നായിട്ട് എടുത്തതാട്ടോ. അപ്പോഴേക്കും നമ്മളിവിടെ കയറിയ പാടെ തന്നെ അവർ മ്യൂസിക് ഇട്ടേ. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ആ മ്യൂസിക് കൂടെ ലൈറ്റായിട്ട് കേട്ടാലും ചിലപ്പോൾ കോപ്പിറൈറ്റ് പറയും, പിന്നെ അത് ഡിലീറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഞാനങ്ങ് മ്യൂട്ട് ചെയ്തു. ഇവിടെ നിന്ന് കുറച്ച് പോർഷൻസിൽ അവർക്ക് മ്യൂസിക് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കട്ട് ചെയ്ത ശേഷമുള്ളത് ലൈവ് വോയിസ് പോവാവേ. അങ്ങനെ ഞങ്ങളിത് ഇവിടെ വന്നിരുന്നു. അങ്ങനെ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള കാര്യം ചട്നി മാമിയാണ്. ഞാൻ കുറേ വീഡിയോസിലൊക്കെ ചട്നി മാമിയല്ലല്ലോ, ബാഹുബലി ദോശയാണ് ചട്നി മാമിയിൽ ഫേമസ് ആയിട്ടുള്ളത്. അങ്ങനെ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ബാഹുബലി ദോശ കഴിക്കാനാണല്ലോ കയറിയത്. ദേണ്ട കിടക്കണു ബാഹുബലി ദോശ വെച്ചപ്പോൾ പറയുന്നു 10 മണിക്ക് ശേഷമേ ബാഹുബലി ദോശയുള്ളൂ എന്ന്. അപ്പോൾ ആകെ ഒന്ന് വിഷമത്തിലായിട്ടോ. അയ്യോ എന്ത് ചെയ്യും. പിന്നെ ഇഡ്ഡലി പൊടി, ഇഡ്ഡലി സാമ്പാർ, ഇഡ്ഡലി മറ്റേ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. ഇതൊന്നും കഴിക്കാനല്ലല്ലോ നമ്മൾ വന്നത്. അങ്ങനെ ആകെ വിഷമത്തിലിരുന്നപ്പോൾ പുള്ളി ഒന്നുകൂടെയൊക്കെ പോയി അന്വേഷിച്ചിട്ട് വന്നിട്ട് പറഞ്ഞു ഒരു 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ദോശ തരാമെന്ന്. അപ്പോഴും ഞാൻ പറഞ്ഞു 20 മിനിറ്റ്സ് സത്യം പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ വിശന്നിട്ടാണ് വന്നത്. വീട്ടിൽ നിന്നൊരു 1 hour ജേണി ഉണ്ട് ചട്നി മാമി വരെ. ആകെ കിറങ്ങിയിരിക്കുകയാണ്. 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാൻ വയ്യാന്നൊക്കെ പറഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞു വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം. ഏട്ടനും വിശക്കുന്നു എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കരുതി എന്തായാലും അത് കഴിക്കാനായിട്ട് വന്നേലേ, ഇനി അതിന് വേണ്ടി ഒരു ദിവസം വരണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഒരു 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചട്നി മാമിയിലെ ബാഹുബലി ദോശ ഓർഡർ ചെയ്തേ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത്യാവശ്യം വിശപ്പോട് കൂടിയാണ് ഞങ്ങൾ 3 പേര് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇനി 20 മിനിറ്റ് എടുക്കില്ലേ ദോശ വരാനായിട്ട്. ആ സമയം ഓരോ കോഫി ഓർഡർ ചെയ്തു. ഞങ്ങൾക്ക് 3 പേർക്കും കൂടി ഓരോ കോഫി തരാൻ പറഞ്ഞു. കോഫി ഓർഡർ ചെയ്ത് അപ്പം തന്നെ വന്നു കേട്ടോ. കോഫി നല്ല കോഫിയായിരുന്നു, പക്ഷെ ലേശം മധുരം കൂടിപ്പോയായിരുന്നു. ലേശം, എൻ്റെ കണക്കിന് ലേശം, ഏട്ടന് കുറച്ച് കൂടുതലായിരിക്കും. ഞാനൊക്കെ നല്ല മധുരം ഇട്ട് കഴിക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് ഓക്കെ ആയിരുന്നു. ഒരു ശക്കലം മുന്നിട്ട് നിന്നു എന്നുള്ള. ഏട്ടൻ അത്യാവശ്യം മധുരം ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ കോഫി നല്ല കോഫിയായിരുന്നു. അവർ പ്രസൻറ്റ് ചെയ്യുന്ന ആ ഒരു രീതിയും അവരുടെ ആ സർവീസും ഒക്കെ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു കേട്ടോ. മൊത്തം നല്ല ഹൈജീനിക്കാണ്, നല്ല ആംബിയൻസ് ആണ്. അവിടുത്തെ സ്റ്റാഫുകളെല്ലാം നമ്മളോട് പെരുമാറുന്നതൊക്കെ നല്ല രീതിയിൽ തന്നെ കേട്ടോ. അങ്ങനെ കോഫി എല്ലാം കുടിച്ച് 20 മിനിറ്റ്സ് എടുക്കുമെന്ന് പറഞ്ഞെങ്കിലും കോഫി കുടിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും തന്നെ നമ്മുടെ ദോശ വന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ സന്തോഷമായി. 20 മിനിറ്റ് എടുക്കുമെന്ന് പറഞ്ഞാൽ അത്രയും പെട്ടെന്ന് കിട്ടിയല്ലോ എന്നുള്ള സന്തോഷം. അപ്പം ചട്നി മാമിയിൽ ബാഹുബലി ദോശ കഴിക്കാനാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഒരു 10 മണിക്ക് ശേഷം പോവാം. 10 മണി കണക്കാക്കി പോവാം. 10 മണിക്ക് ശേഷമേ ബാഹുബലി ദോശ കിട്ടത്തുള്ളൂ. ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഒരു 9 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു, 9:30 ആവാറായി. അപ്പോൾ അതുകൊണ്ടാവും പെട്ടെന്ന് തരാം എന്നൊക്കെ പറഞ്ഞത് കേട്ടോ. എങ്കിലും 20 മിനിറ്റ് എടുക്കുമെന്ന് പറഞ്ഞെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ആ കോഫി കുടിച്ച് കഴിയുന്നതിന് മുന്നേ തന്നെ നമുക്ക് ദോശ കിട്ടി. ഇനി 20 മിനിറ്റ്സ് ആയോ എന്നറിയത്തില്ല. അതിനിടയ്ക്ക് നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് കാര്യമൊക്കെ പറഞ്ഞിരുന്ന് കുടിച്ചത് കൊണ്ട് 20 മിനിറ്റ്സ് എടുത്തോന്നറിയില്ല. നമ്മൾ ടൈം ശ്രദ്ധിച്ചില്ലായിരുന്നു. എന്തായാലും വളരെ പെട്ടെന്ന് കിട്ടിയതുപോലെ എനിക്ക് തോന്നി. കോഫി കുടിച്ച് കഴിയും മുന്നേ നമ്മുടെ ദോശ വന്നു. ദോശ കിച്ചണിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴേ മനസ്സിലായി നമുക്ക് വരുന്ന ദോശയാണെന്ന്. കാരണം അവർ മറ്റേ ബാഹുബലിയുടെ സോങ്ങും മണിയെല്ലാം അടിച്ചാണ് ദോശ കൊണ്ടുവന്ന് നമ്മുടെ മുന്നിൽ വയ്ക്കുന്നതേ.
ഇത് ശരിക്കും പറഞ്ഞാൽ ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിച്ചാൽ MC റോഡ് സൈഡിലാണ് കേട്ടോ. MC റോഡിലാണ്, റോഡ് സൈഡിലാണ്. ഇത് പുളിമാത്ത് എന്ന് പറഞ്ഞിട്ട് എന്താ കിളിമാനൂരിനടുത്താണ് കേട്ടോ. അപ്പോൾ എറണാകുളം അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ട്രാവൽ ചെയ്ത് ട്രിവാൻഡ്രം വരുന്നവർക്കൊക്കെ MC റോഡ് വഴിയാണെങ്കിൽ ഇവിടെ കയറി കഴിക്കാവുന്നതാണ്. ട്രിവാൻഡ്രത്ത് നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നവരും MC റോഡ് വഴിയാണ് പോകുന്നതെങ്കിൽ കയറി കഴിക്കാം കേട്ടോ. നല്ല രസമുണ്ട്. അങ്ങനെ ഞങ്ങൾ ചായ അല്ല കോഫി ഇങ്ങനെ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും ഇതേ മണിയൊക്കെ അടിച്ച് ഒരു ആന ദോശ വരുന്നുണ്ട് കേട്ടോ. ഇവർ പാട്ടൊക്കെ ഇട്ട് മണിയൊക്കെ അടിച്ച് വരുന്ന കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ചമ്മലായിരുന്നു. എല്ലാവരും നമ്മളെ തന്നെ നമ്മുടെ ദോശയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ചമ്മലൊക്കെ തോന്നി. അങ്ങനെയാണ് അവർ പ്രസൻറ്റ് ചെയ്യുന്നത്. അവർക്ക് ആ ചമ്മലൊന്നുമില്ല, അവർ സ്ഥിരം ചെയ്യുന്ന പരിപാടിയല്ലേ. പക്ഷേ എനിക്കിത് കണ്ടപ്പോൾ ഒരു ചമ്മൽ തോന്നി. ദോശ കിടക്കണ കിടപ്പ് നോക്കിക്കേ, എൻ്റെ അത്രയുണ്ട് ഒരു ദോശ. ഈശ്വര, ഇതാണോ ഞാൻ ചോദിച്ചു ഒരു ദോശ വാങ്ങിയാൽ എത്ര പേർക്ക് കഴിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ അവർ പറഞ്ഞു 4 പേർക്ക് കഴിക്കാമെന്ന്. പക്ഷേ ഈ ദോശ കണ്ടാൽ ഒരു 5-6 പേർക്ക് കഴിക്കാനുള്ള വലിപ്പമുണ്ട് കേട്ടോ. ഇതിന് ഇത്രയും കഴിച്ചു തീർക്കണമല്ലോ ദൈവമേ എന്ന് ആലോചിച്ചിട്ടാണ് അടുത്ത വിഷമം. ഇവിടെ എന്തൊക്കെ ഉള്ളത്? ഓ, വട നോക്കടാ, വൈറ്റ് ചട്നി, ചുമന്ന ചട്നി, ടൊമാറ്റോ ചട്നി, സാമ്പാർ, മസാല, തീയലോ. 2 വടയൊക്കെ ഉണ്ട് കേട്ടോ. കഴിച്ചോക്കട്ടാ, സൈഡിൽ നിന്ന് കഴിച്ചോക്കടാ. ഇതവരെങ്ങനെ ഉണ്ടാക്കണമെന്നല്ലേ. നല്ല മുരിങ്ങ നെയ്യുടെ ഒക്കെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സൈഡിൽ മസാല പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ സൈഡിൽ തന്നെ നല്ല നെയ്യുടെ ഒക്കെ ടേസ്റ്റ് ഉണ്ട്. സാധാരണ വാങ്ങുന്ന ദോശയുടെ സൈഡിലൊന്നും നെയ്യ് ഉണ്ടാവില്ല. ചീസോ തേങ്ങ വെച്ചോ. നൈഫൊന്നും വേണ്ട, പിന്നെ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് അവർ കൊണ്ട് വെച്ചതല്ലേ. നല്ല പപ്പടം പോലെ ഇരിക്കുന്നു. ഭയങ്കര നൈസ് കേട്ടോ, പപ്പടം പോലെ നൈസ്. പേപ്പർ കണക്കിരിക്കും, ടിഷ്യൂ പേപ്പർ പോലെ ഇരിക്കുന്നു. ചമ്മന്തിയൊക്കെ ഏത് വേണം? വൈറ്റ് ചട്നിയാണ് വേദയ്ക്ക് ഇഷ്ടം. ഇന്നത് ചമ്മന്തി സാധാ തേങ്ങാ ചമ്മന്തി. ഇത് വേണോ? സാമ്പാർ ഒന്നും വേണ്ട. ഞാൻ ആ വൈറ്റ് ചട്നിയിൽ മുക്കി കഴിച്ചു കൊടുക്കും. നൈസ്, അടിപൊളി. 500 രൂപയ്ക്ക് ഒരു ലാഭം, നഷ്ടമില്ല കേട്ടോ. 595 രൂപ. ഇഷ്ടമായി. പപ്പടം പോലെ എല്ലാ ചട്നിയും കൂട്ടി കഴിക്കട്ടെ. വീഡിയോയിലൊക്കെ പറയുമ്പോൾ നല്ല സാധനം കേട്ടോ. എല്ലാം കൊള്ളാം. എൻ്റെ ഒരു ആക്രാന്തം നോക്കും. ഇത് മസാല, നമ്മളെ മസാല ദോശയില. ബന്തി വേണ്ടേ? തീയൽ എന്ത് കോമ്പിനേഷനാണെന്ന് മനസ്സിലാവുന്നില്ല. തീയൽ പക്ഷെ ദോശയും ചമ്മന്തിൻ്റെ അതിൻ്റെ ഒരു രീതി അത് കൂട്ടി കഴിക്കണവരും ഉണ്ടാവും. കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. വീഡിയോ എടുക്കുമ്പോൾ ആസ്വദിച്ച് കഴിക്കാൻ പറ്റില്ല, എടുത്ത് തിന്നാൻ പറ്റില്ല. പപ്പടം കണക്ക് വായിക്കറി കുത്തണം. ചെറിയൊരു പുളിപ്പ് ദോശമാവിനുണ്ട്, അങ്ങനെ കുഴപ്പമില്ല. കൊള്ളാം കേട്ടോ, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. 4 പേർക്കൊന്നുമില്ല, ഒരു 5 പേർക്കൊക്കെ കഴിക്കാം. 4 ഇത് മാക്സിമം ഞാനും ഏട്ടനും വേറെ കുറച്ച് കഴിച്ചോളൂ. എങ്ങനെ കളയണമെന്ന് എഴുതി ഞങ്ങൾ മാക്സിമം ഒതുക്കിയിട്ടുണ്ട്. പറ്റില്ല 4-5 പേർക്ക് കഴിക്കാം കേട്ടോ. 4 പേർക്ക് സുഖമായിട്ട് കഴിക്കാം. 3 പേരൊക്കെ വാങ്ങുന്ന നഷ്ടം. ഒരു ഫാമിലിക്ക് കഴിക്കാൻ പറ്റും. നല്ല മുരിങ്ങത് ഇത്രയും ഉച്ചയ്ക്ക് ഞാനങ്ങനെ കഴിക്കും. കൊച്ചു ഉച്ചയ്ക്ക് പൊറോട്ടയും ബീഫും കഴിക്കാറില്ല, അങ്ങനെ കഴിക്കണ്ട. അതൊക്കെ അവിടെ ഇരിക്കൂടാ. നല്ല ആംബിയൻസ് ഉണ്ട്, നല്ല ആംബിയൻസ്, നല്ല ഫുഡ്. ദോശയ്ക്ക് ചെറിയൊരു പുളി ഉണ്ടായിരുന്നെങ്കിലും നല്ല ക്രിസ്പി ആയിട്ട് നിറയെ നെയ്യുടെയൊക്കെ ഒരു ഫ്ലേവറും ചട്നിയും ഒക്കെ, സാമ്പാറും. അത് കുത്തി കയറ്റാൻ പാട്, അത്രയും ക്രിസ്പി ആയിട്ടിരിക്കണോണ്ടേ. ഇങ്ങനെ എടുത്ത് വയ്ക്കുമ്പോൾ ഇവിടെയൊക്കെ മുറിയുന്നു. ഇങ്ങനെ
കുഴച്ച് തിന്നാൻ പറ്റുന്നുണ്ട്, ഇങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞ് പപ്പടം കണക്ക്. നല്ലതാണ്, മോശമൊന്നുമില്ല, നല്ലതാണ്. നല്ലായിരുന്നു, കൊള്ളാം. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു ചട്നി മാമിയിലെ ബാഹുബലി ദോശ. മറ്റുള്ളതൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. ഒരു അച്ഛൻ, അമ്മ, 2 മക്കൾ സുഖമായിട്ട് കഴിക്കാം. 595 എന്താണ് എൻ്റെ റേറ്റ്, 500 സംതിങ്. വലിയ മക്കൾ കഴിക്കാം. കോഫിക്ക് എല്ലാം കൂടി 700 സംതിങ് കേട്ടോ. കോഫിക്ക് നല്ല റേറ്റ്. മറ്റത് വാങ്ങി കഴിക്കുന്നതിനെക്കാട്ടി ഒരു ബാഹുബലി ദോശയാണ് ലാഭം. എൻ്റെ വയറ് നിറഞ്ഞു. 2 വട ഉണ്ടായിരുന്നു. വട ഏട്ടൻ അവളും കൂടെ, ഏട്ടൻ കഴിച്ചിട്ടൊന്നും പകുതി വെച്ചിട്ട് പോയി. അവൾ കുറച്ചേ കഴിച്ചുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ പോകാം. അത് മുന്നേ നമ്മൾ ഉച്ചയാവുമെങ്കിൽ ഉച്ചയ്ക്ക് കഴിച്ചിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ചട്നി മാമിയിൽ നിന്ന് നേരെ എവിടേക്കാന്നുള്ളത് പോകെ കാണാം. വെയിൽ കണ്ണു പോലും തുറക്കാൻ പറ്റുന്നില്ല. എപ്പോഴും നമ്മൾ തമിഴ്നാട് റൂട്ടല്ലേ കാണുന്നത്. ഇതിപ്പോൾ കേരളത്തിലെ ഈ റൂട്ടും നമ്മൾ പോയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഗുരുവായൂരൊക്കെ പോകുന്ന ഈ റൂട്ടാണ്, നമ്മുടെ മലയോര ഹൈവേ. ആ റോഡ് വഴിയാണ് പോകുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, കാട്ടിനകത്തൂടെ പോകുന്നത് പോലെ ഉണ്ട്. അങ്ങനെയാണ് വീഡിയോ എടുത്തത്. സ്ഥലം എവിടെയാണെന്ന് പറയാം, കുറച്ചുകൂടെ ഒന്ന് എത്തിയിട്ട് പറയാം കേട്ടോ. ഇപ്പോൾ ഒരുപാട് ദൂരം പോയി കുറേ ദിവസം സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു 1 ഡേ ട്രിപ്പ്, നമ്മളൊന്ന് റിലാക്സ് ആവാനും ഒന്ന് എൻജോയ് ചെയ്യാനും വേദയ്ക്ക് സ്കൂൾ അടച്ചു. ചേട്ടന് ഒട്ടും ടൈമില്ല, എന്നിട്ട് ഞാൻ ലീവ് എടുപ്പിച്ചാണെന്ന് കൊണ്ടുപോകുന്നത് കേട്ടോ. നമ്മൾ 3 പേരും കൂടെ പോകുമ്പോഴല്ലേ അതിൻ്റെ ഒരു സുഖം. ഞാനും വേദയും കൂടെ വന്നാലും മതി, പക്ഷെ നമ്മൾ 3 പേരും അത് വേറൊരു സുഖമില്ല. അതുകൊണ്ട് ഏട്ടനെ നിർബന്ധിച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ കാശ്മീർ ട്രിപ്പ് ഈ ട്രിപ്പിലാണ് ഇരിക്കുന്നത്. ഇതുവഴി പോകുമ്പോൾ സോപ്പിട്ട് വേണം കാശ്മീരിലേക്ക് കൊണ്ടുപോകാനായിട്ട്. ഏട്ടന് ഷൂട്ട് തുടങ്ങിയത് മെയിനായിട്ടൊരു ഇതാണ്. പിന്നെ നൂലുകെട്ട് എല്ലാം കൂടി ആയപ്പോൾ സെറ്റായി. കേരളത്തിൽ ഇത്രയും ഭംഗിയുള്ള സ്ഥലമൊക്കെ ഉണ്ടായിട്ടാണ് നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുന്നത് അല്ലേ. അപ്പോൾ സമയപരിമിതി കൊണ്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ തന്നെ ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലത്ത് വരാമെന്ന് എഴുതിയത്. ഇതല്ല ആ സ്ഥലം. ഇനി ആ സ്ഥലത്ത് 1/2 മണിക്കൂർ കൂടെ ഉണ്ട് കേട്ടോ. പറയട്ടെ എവിടെ നിന്ന് വേണ്ട വേണ്ടാന്ന് പറയും. അപ്പം നമ്മളൊരു സ്റ്റേ എടുത്തിട്ടുണ്ട്. നമ്മൾ ഉത്തരാഖണ്ഡിൽ പോയിട്ടൊരു റിസോർട്ട് പോലെ എടുത്തില്ല, അതുപോലെ ഒരു റിസോർട്ട് എടുത്തിട്ടുണ്ട്. ഈ തിരക്കുകളും ബഹളവും ഒക്കെ മാറി വേദയ്ക്ക് വെക്കേഷനൊക്കെ ആയിട്ട് ഒറ്റൊരു ദിവസത്തെ ഒരു കുഞ്ഞു ട്രിപ്പ് കേട്ടോ. അപ്പോൾ പൈനാപ്പിളൊക്കെ ഉള്ള ഏരിയയാണ്. സത്യം പറഞ്ഞാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര ഹെവിയാണ്. കഴിക്കാനും ഒന്നും സ്ഥലമില്ല. പക്ഷേ ഇവിടുത്തെ പൈനാപ്പിൾ കഴിച്ചില്ലെങ്കിൽ നല്ല മധുരമൊക്കെ അല്ലേ, നല്ല നാടൻ പൈനാപ്പിളാണ് കേട്ടോ. അപ്പോൾ ഒരു ജ്യൂസ് കുടിക്കാൻ വേറെ സ്ഥലമില്ലെങ്കിലും ജ്യൂസ് കുടിക്കാമെന്നും പറഞ്ഞാണ് ഞങ്ങൾ ഇറങ്ങിയത്. നല്ല വ്യൂ കേട്ടോ, നിറയെ റബ്ബർ തോട്ടവും ഒക്കെ ആയിട്ട്. ഇതൊരു കോട്ടയം സൈഡാണ്. കോട്ടയം ഇല്ല ചേട്ടാ, സോറി, ഇടുക്കി കയറി ചേട്ടാ. നമ്മൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് വാങ്ങിക്കാം. ഇപ്പോൾ ഒരു പൈനാപ്പിൾ ജ്യൂസ് കുടിക്കാം. അവിടെ പൈനാപ്പിൾ ജ്യൂസ് അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അതെന്താ സാധനം? മാങ്ങ, പാഷൻ ഫ്രൂട്ടാ? മാങ്ങ, പുളിശ്ശേരി മാങ്ങയാണെന്ന് തോന്നുന്നു. തിരിച്ചു വരുമ്പോൾ വാങ്ങണം കേട്ടോ. ഇതെന്ത് മാങ്ങ? മൂവാണ്ടായി. പുളിശ്ശേരി വെക്കണേണോ? അതല്ല, കറി പഴുപ്പിക്കണേ ഇല്ലേ? ചേച്ചിയുടെ ജ്യൂസ് ജ്യൂസ് ഉണ്ടോ? 3 പൈനാപ്പിൾ ജ്യൂസ്. ഐസ് വേണം. നെല്ലിക്ക കുപ്പിയിട്ടിരിക്കും. ഇനി എപ്പം നമ്മൾ കഴിക്കുമെന്നോ, സമയം 1 വയറ് ഫുള്ളായിട്ടിരിക്കുന്നു. വയറ് ഫുള്ളായിട്ട് ഇങ്ങനെ ഹൈ റേഞ്ച് പോലത്തെ സ്ഥലം കയറിയപ്പോൾ ഒരുമാതിരി. അങ്ങനെ വേദ കയറി ഫ്രണ്ടിൽ ഇരുന്നു, ഞാൻ ബാക്കിൽ കിടക്കുകയായിരുന്നു. വേദയാണെന്ന് ഫുൾ ആക്റ്റീവായിട്ടിരുന്നത്. ജ്യൂസ് നോക്ക്, എൻ്റെ കളർ തന്നെ നോക്ക്. വേദയ്ക്ക് എക്സാമിന് നല്ല മാർക്കുണ്ടെന്ന് സ്പെഷ്യലായിട്ട് പറയാൻ പറഞ്ഞേ. 80ക്ക് എല്ലാത്തിനും 70 എബോവ് ഉണ്ട്. മാത്സിന് മാത്രം 67, സയൻസിന് 67. ബാക്കി എല്ലാം ഉള്ളു. സ്വന്തമായിട്ട് പഠിച്ചിട്ട് മാർക്കുണ്ട്, അത് പറയാൻ പറഞ്ഞു. ആ പൈനാപ്പിളിൻ്റെ കളറ് നോക്ക്. നമ്മളവിടെ ആണെങ്കിൽ വെള്ള കളറിലിരിക്കെ, ഇത് മഞ്ഞ കളറ്. എങ്ങനെയുണ്ട്? ഇതിൽ മധുരം ഇട്ടിട്ടില്ല എന്ന്. മധുരമില്ലേ? ഉണ്ടെന്നല്ലാതെ ഉണ്ട്, നല്ല മധുരം. ആവശ്യത്തിനുള്ള മധുരം ഇതിൽ തന്നെ ഉണ്ട്. ഒട്ടും മധുരം ഇട്ടിട്ടില്ല എന്ന്. വേണ്ട, ഞാൻ ഉണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. ഇതിവിടെയൊക്കെ നടന്ന നാടൻ 3 കിലോ 100 രൂപ, 1.5 കിലോ 100 രൂപ, 2 ടൈപ്പ് ഉണ്ടെന്ന്. തിരിച്ചു പോകുമ്പോൾ നമുക്ക് വാങ്ങിക്കാം. പക്ഷെ നമ്മൾ ആ മൂവാറ്റുപുഴ സൈഡിൽ പോകണ പൈനാപ്പിളിന് ഇത്രയും ടേസ്റ്റ് ഇല്ല കേട്ടാ.
ഇനി സീസൺ ആയിരിക്കും ചിലപ്പോൾ, നല്ല പഴുത്തിരിക്കുന്നു. തിരിച്ചു പോകുമ്പോൾ എന്തായാലും വാങ്ങിക്കണം. എന്താ പറയാ, എടാ നീ ബാക്കി ഇരിക്കണ ഫ്രണ്ട് ഇരിക്കണ? ഇനിയിപ്പോ എത്തും, കിടന്നുറങ്ങാനുള്ള സമയമില്ല. എവിടെ വേണോ ഇരുന്നോ, ഇഷ്ടപ്പെടുത്തിരുന്നോ? എവിടെ ഇരിക്കണേ? അങ്ങനെ നമ്മൾ വീണ്ടും കാറിൽ കയറി യാത്ര ചെയ്യുകയാണ്. അപ്പം നമ്മൾ ഡെസ്റ്റിനേഷൻ എത്താറായിട്ടുണ്ട്. എത്താറാകുമ്പോഴേക്കും അവിടെ കുറച്ച് മഞ്ഞ് പോലെയൊക്കെ കാണുന്നുണ്ട്. കുറച്ച് ചെറിയൊരു ഹൈ റേഞ്ച് ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു അടിപൊളി സ്ഥലമാണ്. ജസ്റ്റ് ഒരു സ്റ്റേക്കേഷനാണ് പോകുന്നത്, അല്ലാതെ നമ്മളവിടെ സ്ഥലം കാണാനോ വേറെ ഒന്നിനുമല്ല. നേരത്തെ പറഞ്ഞില്ലേ, മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാമിലി ആയിട്ട് ഒരു ദിവസം എപ്പോഴും നമ്മൾ തിരക്കൊക്കെ ഒന്ന് മാറ്റി വെച്ച് ഒന്ന് റിലാക്സ് ആകാനായിട്ടാണ് നമ്മളിപ്പോൾ ഒരു യാത്ര പോകുന്നത്. പിന്നെ വേദയ്ക്ക് വെക്കേഷനായി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാശ്മീർ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തു. അത് പോവോ ഇല്ലെന്നും നടക്കില്ല, അറിയില്ല. അപ്പോൾ പോവോ ഇല്ലേ, 12-ാം തീയതിക്ക് ശേഷമേ പോകാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞ് വേറെയും കുറേ തിരക്കുകളൊക്കെ ഉണ്ട്. തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ട് പോകാൻ പറ്റുമോ എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു ട്രിപ്പ് അങ്ങ് മുടക്കണ്ടെന്ന് കരുതി കിട്ടിയ സമയത്തിനുള്ളിൽ നമ്മൾ അങ്ങനെ നമ്മൾ അതിമനോഹരമായ കേരളത്തിന്റെ ഒരു ഭാഗത്തെത്തിയിരിക്കുകയാണ്. കേരളത്തിലെ കുട്ടിക്കാനം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഇത്. ജസ്റ്റ് ഞങ്ങളൊരു സ്റ്റേക്കേഷന് വേണ്ടി മാത്രം വന്നതാണ്. നമ്മുടെ തിരക്കിലും എന്തിനൊക്കെ ഒരു റിലാക്സേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഏട്ടനും എന്ന ഷൂട്ടാണ്, ഈ ബഹളം വെച്ചാണ് എന്നൊരു ലീവ് എടുത്ത് ഇന്നൊരു ദിവസം സ്റ്റേ, നാളെ നമ്മൾ പോവും. അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് കണ്ടെത്തുകയാണ് നമ്മൾ. ഉത്തരാഖണ്ഡിൽ അന്ന് പോയി ആ ഒരു സ്റ്റേക്കേഷൻ എടുത്തപ്പോഴേ ഞാൻ മനസ്സിൽ പ്ലാൻ, നമ്മൾ എവിടെയെങ്കിലും ഇങ്ങനെ കറങ്ങി നടക്കുന്നതിനെ കാട്ടി റൂം എടുക്കുക, അവിടെ റിലാക്സ് ചെയ്യുക, ഇങ്ങനെയൊക്കെ ഒന്ന് എൻജോയ് ചെയ്യുക, വെറുതെ ഇരിക്കുക, എങ്ങും പോവാനല്ല, ജസ്റ്റ് ഇവിടെ റൂമിൽ സ്റ്റേക്കേഷൻ അത്രയേ ഉള്ളൂ. സ്റ്റേ ചെയ്യുക, എൻജോയ് ചെയ്യുക, ഒരു സ്ഥലത്തും പോകുന്നില്ല, അതിനു വേണ്ടി വന്നതാണ്. അങ്ങനെയുള്ള ഒരു അടിപൊളി സ്ഥലം ഇത് കുട്ടിക്കാനമാണ്. ക്യൂ വില്ല എന്നാണ് ഈ വില്ലയുടെ പേര്. ഇത് ഞാൻ ബുക്ക് ചെയ്തത് ഓസ്റ്റേസ് വഴിയാണ്. ഓസ്റ്റേസ് അവർക്ക് ബാംഗ്ലൂരും ഹൈദരാബാദും കൊച്ചിയിലും ഒക്കെ ഇതുപോലത്തുള്ള സ്റ്റേ അവൈലബിൾ ആണ്. ഈ ഒരു ഫുൾ വില്ല നമുക്കാട്ടോ. ഇതിന് 3 റൂമുണ്ട്. സത്യം പറഞ്ഞാൽ ഫാമിലി ആയിട്ടൊക്കെ വരണമെന്ന്, അച്ഛനും അമ്മയും എല്ലാവരൊക്കെ കൂട്ടി വരണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോൾ പക്ഷേ നമുക്ക് അങ്ങനെ വരാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ടാണ് ഞാനും ഏട്ടനും വേദയും മാത്രമായിട്ട് വന്നത്. ഇവിടെ 3 റൂം അവൈലബിൾ ആണ്. ഈ 3 റൂമും നമുക്ക്, ഈ വില്ല ഫുൾ നമുക്ക് അവൈലബിൾ ആണ്. ഐ തിങ്ക് കിച്ചണാണ്. അവിടെ ക്ലീനിങ് നടക്കാം കേട്ടോ. 2 മണിക്കാണ് ഞങ്ങൾക്ക് ചെക്ക് ഇൻ. 1 മണി ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ക്ലീനിങ് നടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ കിച്ചൺ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ആ കിച്ചൺ, ഒരു ഡൈനിങ് ഏരിയ, ഭയങ്കര രസം. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷനോ പാർട്ടിയോ ഒക്കെ വരുമ്പോൾ ഞാൻ ഇനി കരുതാണ്, എന്തെങ്കിലും പാർട്ടി, വേദയുടെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ ഇതുപോലൊരു സ്ഥലത്ത് നമ്മളെടുത്ത് മൊത്തത്തിൽ നമുക്ക് കിട്ടും. ഇവിടെ നമുക്ക് എവിടെ വേണോ പാർട്ടി അറേഞ്ച് ചെയ്യാം. സ്റ്റേക്കുള്ള റൂം അവൈലബിൾ ആണ്. ഒരു ഹോട്ടൽ എടുക്കുന്നതിനെക്കാട്ടി ഇതുപോലൊരു സ്റ്റേ ഒക്കെ എടുക്കുന്നത് അടിപൊളിയായിരിക്കും അല്ലേ? മെയിൻ വേദ ഒരു ക്യാമറയും തൂക്കി നടക്കുക. എൻ്റെ ക്യാമറ അവൾ എടുത്തിട്ട് കൊണ്ട് നടക്കുകയാണ്. വേദ ഈ സ്വിമ്മിംഗ് പൂൾ, അതിനകത്ത് വീഴരുത്. ഇത് കണ്ട ഉടനെ വേദ പറയും, അമ്മ ഇവിടെ ബുക്ക് ചെയ്യാം, അമ്മ ഇവിടെ ബുക്ക് ചെയ്യാം എന്താ പറയുക. ഇപ്പം എല്ലായിടത്തും സ്വിമ്മിംഗ് പൂളുണ്ട്, പക്ഷെ ഇതിൽ ഈ ഒരു പൂളിൽ ഭയങ്കര വ്യൂ, ഇവിടെ നിന്നിട്ടുള്ളൊരു വ്യൂവേ നല്ലതാണല്ലോ. അതുകൊണ്ട് പൂളൊക്കെ ഉള്ളത് നോക്കി അടിപൊളി ഒരു സ്ഥലം നമ്മൾ സെലക്ട് ചെയ്തതാണ് വന്നിരിക്കുകയാണ് ഒന്ന് റിലാക്സ് ആവാൻ. സത്യം പറയല്ല, എത്ര ദിവസമായെന്നറിയാം ഞാൻ ഉറങ്ങിയിട്ട്. ആ വസ്ത്രയുടെ തിരക്കും കുഞ്ഞിൻ്റെ തിരക്കും ഹോസ്പിറ്റൽ തിരക്കും എല്ലാം കൂടെ ആയിട്ട് ഭയങ്കര ഇതായിരിക്കായിരുന്നു. ഇന്ന് സുഖമായിട്ട് കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് ഒന്ന് ഫ്രഷ് ആവണം കേട്ടോ. വൈകുന്നേരം പൂളിലൊക്കെ, എനിക്ക് നീന്താനൊന്നും അറിയില്ല, അച്ഛനും മൂക്കും അറിയാം. വേദ സ്വിമ്മിംഗ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വേദ കൊണ്ട് ഞാൻ പഠിക്കണം. സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇറങ്ങി മറിഞ്ഞ് കളിച്ച് സെറ്റാക്കാൻ പോകുന്നു, അടിച്ച് പൊളിക്കാൻ പോകണം. എങ്ങും പോകുന്നില്ല കേട്ടോ, ഇന്ന് ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫുഡ് ഞങ്ങളിപ്പോൾ ജസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ കൊണ്ടുവരും. ഭയങ്കര രസം കേട്ടോ. അത്യാവശ്യം ചെറിയ തണുത്ത കാറ്റ് വരുന്നുണ്ട്. വെയിലുണ്ട് എങ്കിലും ചൂടില്ല. ചെറിയ തണുത്ത കാറ്റ് വരുന്നുണ്ട്. എനിക്ക് ഉത്തരാഖണ്ഡ് ഓർമ്മ വരുന്നുണ്ട്. അതുപോലത്തെ ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് കേട്ടോ. സൂപ്പർ സൂപ്പർ. നമ്മൾ ചെക്കിനായി റൂമിൽ കയറി. വേദയ്ക്ക് ഇതാണ് ഇഷ്ടം, എങ്ങും പോണത്, എവിടെ പോയാലും വേദയ്ക്ക് ഇഷ്ടമല്ല. റൂമിൽ ഇങ്ങനെ കിടന്ന് മറിഞ്ഞുകൊണ്ടേയിരിക്കണം. സ്വിമ്മിംഗ് പൂൾ വേണം, ചുമ്മാ കളിക്കണം, അല്ലാതെ ഒരു സ്ഥലത്ത് പോണതും വേദയ്ക്ക് ഇഷ്ടമല്ല. നമ്മൾ താഴത്തെ റൂം എടുത്ത കേട്ടോ. 3 റൂമുണ്ട്. 3 റൂമും ഇത്രയും വലിയ വില്ല നമുക്കാണ്. ഇവിടെ നമ്മൾ 3 പേര് മാത്രമേ ഉള്ളൂ. നമ്മൾ താഴത്തെ റൂം എടുത്തു. ഇനി എന്നും മഞ്ഞ് വരാറുണ്ടെന്ന്, കോട വരാറുണ്ട്. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇന്ന് കോട വരും. കഴിഞ്ഞ ദിവസം നമ്മുടെ ആക്ടർ താടിലാലില്ലേ, പുള്ളിയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എന്താടാ മുട്ടിയാ? നോക്കാം. ഫുഡായിരിക്കും. ഫുഡ് വന്നു. ഞങ്ങൾ ഓർഡർ ചെയ്തിരുന്നു. 2 മണിയൊക്കെ കഴിഞ്ഞ കേട്ടോ. ഫുഡ് നമ്മൾ രാവിലെ ഹെവി ആയിട്ട് കഴിച്ചാൽ ജ്യൂസ് കൂടെ കഴിച്ചപ്പോൾ ഒന്ന് സെറ്റായ സമാധാനം. വിശപ്പൊന്നുമില്ല ഇപ്പോൾ, രാവിലെ നല്ല വിശപ്പുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ റൂം. സംഭവം സെറ്റാണ്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ എങ്ങും പോവാതെ ഇതുപോലെ നമ്മൾ റൂം എടുത്ത് കഴിയുന്നതാണ് ഏട്ടാ മാസത്തിലൊരു സ്റ്റേക്കേഷൻ. നിങ്ങൾ ബിസി അല്ലേ? ഇപ്പോൾ കാണാൻ പോലും ഇല്ല അല്ലേടാ?
മറിയല്ല എന്ന് സ്വിമ്മിംഗ് പൂളിൽ ചാടിക്കോളാം, വെയിലൊന്നും പ്രശ്നമില്ല, ഞാൻ പോട്ടാന്ന് പറയുക. 5 മണിയായിട്ട് ഇപ്പം കിടന്നൊന്ന് നമുക്ക് ഉറങ്ങാം. ഫുഡ് കഴിച്ച് കിടന്നുറങ്ങി ഫ്രഷായിട്ട് 5 മണിയാകുമ്പോൾ ഇറങ്ങി കുളിച്ച് എങ്ങും പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തി കിടത്തേക്കാണ്. കഴിക്കാം നമുക്കിനി. അവൾ നൂഡിൽസ് ഓർഡർ ചെയ്ത്, ഞാനും അവരുടെ കൂടി ചപ്പാത്തിയും ബീഫ് കറി ഓർഡർ ചെയ്തു. അവൾ നൂഡിൽസ് പങ്ക് ഞാനും കഴിക്കും. ടോയ്ലറ്റൊക്കെ നല്ല, എല്ലാം ഫുൾ സെറ്റപ്പ് നല്ലത്, എല്ലാം കൊള്ളാം. മുകളിലൊക്കെ ഇത് സെയിം ഇത് തന്നെ. കിച്ചൺ ഇല്ല കേട്ടോ, നേരത്തെ കിച്ചൺ ഉണ്ടെന്ന് പറയില്ലേ, കിച്ചൺ ഇല്ല. പിന്നെ ബാർബിക്യൂ ഒക്കെ ചെയ്യാനുള്ള സെറ്റപ്പ് എല്ലാം ഉണ്ട്. ടേബിള്, ഒരു സെറ്റി, പ്ലേയിങ് ഐറ്റംസ്, എന്താണ് യൂണോ കാർഡ്, ചെസ്സ്, ക്യാരം ബോർഡ് എല്ലാം ഉണ്ട്. യൂണോ കാർഡൊക്കെ ഇരിക്കുന്നു. ഇനി നമുക്ക് കഴിക്കാം. അപ്പോൾ നമ്മുടെ റൂമിൽ നിന്ന് ഇവിടെ ഒരു ഡൈനിങ് ഏരിയ ചെറുതായിട്ടുണ്ട്, ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. നമ്മുടെ വീട് പോലെ തന്നെ, പക്ഷേ റിലാക്സ് ചെയ്ത്, ഹോട്ടൽ റൂം പോലെയല്ല. ഹോട്ടൽ റൂം ആകുമ്പോൾ നമുക്കൊരു പ്രൈവസി, റൂം മാത്രമല്ലേ ഉള്ളൂ. ഇത് മൊത്തത്തിലുണ്ട്, ഒരു പ്രൈവസിയൊക്കെ ഉണ്ട്, നമ്മൾ മാത്രം. ഇവിടെ സ്റ്റാഫുകളുണ്ട്, മീൻസ് ക്ലീനിങ്ങിനും മറ്റു കാര്യങ്ങൾക്കും ഉണ്ട്, അവർ താഴെ എന്താണ് താമസിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ മാത്രം, നമ്മുടെ മാത്രം സ്വന്തം. ഫാനിട. ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തു, താഴെ നിന്ന് വാങ്ങിച്ചിട്ട് വരാനുള്ളായിരുന്നു. അല്ലെങ്കിൽ നല്ല ഹോട്ടൽസൊക്കെ കണ്ടായിരുന്നു. ഇനി താഴെ പോകാൻ വയ്യ. അവിടെ നല്ല ഹോട്ടലുകളുണ്ടായിരുന്നു. മറ്റേ ബാർബിക്യൂ അങ്ങനെയുള്ള സാധനമൊക്കെ സെറ്റപ്പൊക്കെ ഉണ്ട്. സ്പൂൺ, ഒരു സ്പൂൺ അവരുണ്ടെങ്കിൽ തരാൻ പറയാം. ബീഫും ചപ്പാത്തിയും നൂഡിൽസുമാണ് നമ്മൾ ഓർഡർ ചെയ്തത്. എവിടെ? ഓക്കെ, സോറി കണ്ടില്ല, സോറി. നൂഡിൽസ് ഇനി പ്ലേറ്റിലാക്കിയാൽ പോരെ, അവരെ പാത്രത്തിൽ വെറുതെ ആക്കി പാവങ്ങൾക്ക് ജോലി കൊടുക്കണ്ട. നൂഡിൽസ് കേട്ടോ. ബീഫ് നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ. തേങ്ങ കൊത്തക്കല്ലിട്ട് മധുരം. വേദയുടെ ഞാനിതീ കഴിക്കാം, വെറുതെ ഇവിടെ പ്ലേറ്റിൽ ആക്കണ്ട. ഏതൊക്കെയും ചപ്പാത്തിയും ബീഫും കഴിക്കാൻ ഒരു കൊതി. തേങ്ങ കൊത്തും എല്ലാം കൂടി ഇട്ടിട്ട് ഒരു പീസ് ബീഫ് കൊള്ളാം. ചെറിയൊരു ഉള്ളിയുടെ മധുരം. യൂട്യൂബർ വേദ മനോജ് ക്യാമറയൊക്കെ ആയിട്ട് നീ എടുത്തോ. നൂഡിൽസ് എങ്ങനെയുണ്ട്? നൂഡിൽസും കുഴപ്പമില്ല. കഴിച്ചിട്ട് ഉറക്കാം. ഫുഡെല്ലാം കഴിച്ചു. ഇനി ഒരു സുഖ ഉറക്കം. 5 മണി വരെ ഒരു ശല്യവും ഇല്ലാണ്ട് ഉറക്കം. ഞാൻ ചാരാൻ നോക്കിയത്. ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് സ്വിമ്മിങ് പൂളിലൊക്കെ പോയി ഒന്ന് മറിഞ്ഞ് ഇവിടെയൊക്കെ ക്ലോസ് ചെയ്യാം. ഇവിടെ നിന്നവരെ കാണാനില്ല. ഫുഡൊക്കെ നമ്മുടെ കഴിച്ച് ഇവിടെയൊക്കെ ക്ലോസ് ചെയ്തിട്ട്, നമ്മുടെ ആണല്ലോ, നമ്മുടെ വീടാണല്ലോ, നാളെ രാവിലെ 11 മണി വരെ നമുക്ക് സ്വന്തമാണ്. അത് ക്ലോസ് ചെയ്തിട്ട് റൂം മാത്രം ക്ലോസ് ചെയ്യാം. അവർക്ക് ഞാൻ ഇനി എന്തെങ്കിലും ആവശ്യത്തിന് കാരണമില്ല, ഉറങ്ങാൻ പോവാം. യൂട്യൂബർ വേദ മനോജാണെങ്കിൽ ഭയങ്കര വീഡിയോ എടുപ്പ്. മഴ, എൻ്റെ കുഞ്ഞ് പാവം സ്വിമ്മിങ് പൂളിൽ വന്ന സമയം മുതൽ കുളിക്കാനായിട്ട് ബഹളം വയ്ക്കണം. മഴ, ഇനി മഴയത്ത് കുളിക്കാമല്ലോ. വാവ്, നല്ല മഞ്ഞൊക്കെ ഉണ്ടാവും, തണുപ്പായിരിക്കും. നമ്മുടെ റൂമിലിരുന്നിട്ടുള്ള വ്യൂ ആട്ടോ. മഴയത്ത് സ്വിമ്മിങ് പൂളിൽ കുളിക്കാം. ഓഹോ, ഞങ്ങൾ കിടന്ന് ഉറങ്ങി. ഞാനൊന്ന് എണീറ്റ് നോക്കിയപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു മഴയുണ്ടോയെന്ന്. മഴയത്ത് കുളിക്കാമേ. മഴ നോക്കി, നമ്മുടെ അവിടെ എങ്ങും ഇല്ലാത്ത മഴ ഇന്ന് കറക്റ്റ് ഇവിടെ വന്നപ്പോൾ പാവൻ്റെ വേദയ്ക്ക് ഭയങ്കര വിഷമം കേട്ടോ. നമ്മൾ എവിടെ
പൂളുള്ള റിസോർട്ട് റൂമോ എന്തെടുത്താലും നമുക്കവിടെ വേദയ്ക്ക് സ്വിം ചെയ്യാനേ പറ്റൂല. ഇന്ന് ഭയങ്കര പ്രതീക്ഷയോടെ വന്നതാണ്. പക്ഷേ ഞാൻ പറഞ്ഞു എന്തായാലും നമ്മൾ പൂളിലിറങ്ങുമ്പോൾ നനയുമല്ലോ, നീ വിഷമിക്കണ്ട, എത്ര മഴയാണെങ്കിലും 5 മണിയാകുമ്പോൾ നമ്മൾ പൂളിലിറങ്ങും എന്ന് പറഞ്ഞ് വിവിധ സമാധാനിപ്പിച്ചിരുത്തിയൊക്കെയാണ്. വേദയുടെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് തോന്നണേ. 5:30 അപ്പോൾ കംപ്ലീറ്റ് മഴയൊക്കെ മാറി. മഴയായിരുന്നെങ്കിലും കുഴപ്പമില്ല, നല്ല ഇടിയും മിന്നലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഇറങ്ങണോ വേണ്ട എന്ത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിങ്ങനെ വിഷമിച്ചിരുന്നു. അപ്പോഴേക്കും എന്തേ മഴയെല്ലാം മാറി സൂര്യൻ ഇങ്ങ് വന്നു കേട്ടോ. കംപ്ലീറ്റ് മാറി നല്ല പോലെ വെയിലൊക്കെ വന്നു. കുറച്ച് നാൾ വേദ സ്വിമ്മിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ സ്വിമ്മിങ് വേദയ്ക്ക് അറിയാം. എനിക്ക് സ്വിമ്മിങ്ങിൻ്റെ ABCD അറിയത്തില്ല. എങ്ങനെ സ്വിം ചെയ്യണമെന്നോ എങ്ങനെ ഇരിക്കണമെന്നോ ഒന്നും അറിയത്തില്ല. സ്വിം ചെയ്യണമെന്ന് അറിയത്തില്ല, പറഞ്ഞ ഇരിക്കണം എങ്ങനെയെന്ന് അത് മാത്രം അറിയാം. അവിടെ ചുമ്മാ തവളേനെ പോലെ ഇരിക്കാനല്ലാതെ എനിക്കറിയത്തില്ല കേട്ടോ. വേദം മുങ്ങുമ്പോഴേക്കും എനിക്ക് പേടിയാണ്. അപ്പുറം സൈഡാണെങ്കിലേ ഇങ്ങനെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ, ഇങ്ങനെ സൈഡ് ഒന്നും കെട്ടാതെ ഇങ്ങനെ, അത് കാണുമ്പോൾ എനിക്ക് നെഞ്ചിക്കുടരുത്തി. അപ്പോൾ ഫസ്റ്റ് ഏട്ടൻ വീഡിയോ എടുത്ത് തരാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു കുഞ്ഞു പിള്ളേർക്കുള്ള ഇവിടെ നമുക്ക് നിൽക്കാം, അത് കഴിഞ്ഞ് അപ്പുറത്ത് ഏട്ടൻ വന്ന ശേഷം ഇറങ്ങാം. വേദം ഇറങ്ങാം എനിക്ക് കുഴപ്പമില്ല, ഞാൻ നല്ല ഹൈറ്റുള്ളിടത്തല്ലേ സ്വിം ചെയ്തുകൊണ്ടിരുന്നത്, പിന്നെ എന്തോന്ന് ഇതിനെക്കാട്ടി കുഞ്ഞ് ഏജിലല്ലേ സ്വിം ചെയ്തുകൊണ്ടിരുന്നത്, പിന്നെ അമ്മയ്ക്ക് എന്തോന്നൊക്കെ പറഞ്ഞ് വേദം ഒരേ വാശി കേട്ടോ. അങ്ങനെ കുറേ പറഞ്ഞ് അവസാനം ഏട്ടൻ ഇറങ്ങി കാണിച്ചു തന്നു, ഇത്ര ആഴമുള്ളൂ, നീ അവളെ വിട് എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഞാൻ വേദയെ അപ്പുറത്തേക്ക് വിട്ടത് കേട്ടോ. വേദ സ്വിം ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്ക് പേടി, സ്വിം ചെയ്ത് അങ്ങോട്ടെങ്ങാനും പോയാൽ എന്ത് ചെയ്യും. ഞാനൊരു വിധത്തിൽ അവസാനം ഞാനും വഴക്കായി. ഏട്ടൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണേ വീഡിയോ. അപ്പോൾ പിന്നെ വേദ ഇറക്കിയിട്ട് ആരും ഇല്ലാതെ ഒറ്റയ്ക്ക് ഇവിടെ സ്വിം ചെയ്തുകൊണ്ടിരുന്നാൽ പറ്റത്തില്ല, മുങ്ങിപ്പോയാലും എന്ത് ചെയ്യും, എനിക്കാണെങ്കിലും നീന്തലോട്ട് അറിയത്തുമില്ല, അതുകൊണ്ട് പേടി. അങ്ങനെ അവസാനം കുറേയൊക്കെ നിർബന്ധിച്ച് ഇപ്പുറത്ത് വന്ന് ഇതെങ്ങനെയാണ് ഞാൻ വേദയും കൊണ്ട് നടക്കുന്നത്, എനിക്കിങ്ങനെ അറിയത്തുള്ളൂ. പക്ഷേ വേദ സ്വിം ചെയ്യുന്നുണ്ട് കേട്ടോ. ഏട്ടൻ കൂടെ നിന്നപ്പോൾ ഫുൾ സ്വിം ചെയ്തൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വേദയുടെ ആഗ്രഹം പോലെ ഒരു 5:30 മണി മുതൽ ഒരു 7 മണി വരെ നന്നായിട്ട് വെള്ളത്തിൽ കിടന്ന് മറിഞ്ഞു കേട്ടോ, നന്നായിട്ട്. ഞാനിങ്ങനെ വേദയുടെ തോളിൽ കയറി നടക്കലും ഇങ്ങനെ വല്ല കൊച്ചു പിള്ളേർ മുട്ടിലിഴയും പോലെയൊക്കെ ഇഴങ്ങി നടക്കുന്നതല്ലാണ്ട് എന്നെ കൊണ്ട് പറ്റുന്നില്ല, എനിക്കറിയത്തില്ല അതുകൊണ്ട്. അപ്പോൾ വേദ പഠിപ്പിച്ച് തരാം, ഏട്ടൻ പിടിച്ച് മുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു ഞാൻ ചത്തു പോകും, എനിക്ക് വേണ്ട, എനിക്ക് പഠിക്കണ്ട, എനിക്ക് ഇങ്ങനെ നടന്നാൽ മതി, എനിക്കൊന്നും ചെയ്യണ്ട, എന്നെ വെറുതെ വിടുമെന്ന് ചോദിച്ചിട്ട് നിൽക്കാം കേട്ടോ. വെറുതെ സ്വിം ചെയ്യുന്നുണ്ട്. ആ കൊച്ചിനെ നീന്താൻ ഞാൻ സമ്മതിക്കുന്നില്ല. ഞാൻ പറഞ്ഞു നീ ഇത്രയും ദൂരം നീന്തിയത് അങ്ങോട്ട് നീന്തണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ സൈഡിൽ നിന്ന് പിടിച്ചോണ്ടൊക്കെ നിൽക്കുകയാണ്. എനിക്ക് പേടിയെന്നേ. 7 മണി വരെ വെള്ളത്തിൽ കിടന്ന് മറിച്ചിലായിരുന്നു. മറിച്ചിൽ കഴിഞ്ഞ് വെള്ളത്തിൽ കിടന്നപ്പോഴേ ഫുഡ് ഓർഡർ ചെയ്തായിരുന്നു. ഞാൻ ഷവർമ ഓർഡർ ചെയ്തു. വേദ ഹണി അൽഫാം, ആഡ്നോ അൽഫാമാണ് ഓർഡർ ചെയ്തത്. എൻ്റെ ഷവർമ എന്താണ് കുബൂസായിരിക്കും. ചപ്പാത്തി ഓർഡർ ചെയ്തു. ഇതൊരൽഫാം ആണോ, കണ്ടില്ലടേ. കറക്റ്റ് കുളിച്ചിറങ്ങിയതും ഫുഡ് വന്നതും ഒരുമിച്ച്. നോക്കട്ടെ, ഇത് പെരി ഏട്ടൻ്റെത് നല്ല എരിവ്. ഇത് വേദയുടെ കുബൂസ് ഉണ്ടാവും എന്നാണ് അതിന് കൊടുത്തിരുന്നത്, പക്ഷേ ഇതിൽ കുബൂസില്ല. മെനു കാർഡ് കുബൂസില്ല. ഹണിയല്ലേ? ഹണിയാണ്. വേദ ഇവിടെ ക്യാമറയൊക്കെ ഓൺ ചെയ്ത് വെച്ചേക്കണം വേദയുടെ യൂട്യൂബിലിടാനായിട്ട്. ചപ്പാത്തി കൊള്ളാമോ? കുബൂസില്ല, 2 ചപ്പാത്തി വേദയ്ക്ക്. ഒന്ന് കഴിച്ചിട്ടെടുത്താൽ പോരെ, വേണമെങ്കിൽ എടുക്കും. രാവിലത്തെ ഉച്ചത്തെ ബീഫ് ഇരിപ്പുണ്ട് കേട്ടോ, അപ്പോൾ ചീത്തയായില്ല, ഒന്നും ചെയ്തില്ല. അപ്പോൾ ബീഫും കൂട്ടി ഒരു ചപ്പാത്തി ഞാൻ കഴിക്കാമെന്ന് കരുതി. ഒരു ചെറിയ തണുപ്പുണ്ട്, അതുകൊണ്ടാണ് ആ ബീഫ് ഒന്നും ചെയ്യാതെ ഇരിക്കുന്നത്. എന്തോന്നു വണ്ട ഒരു കടി പാവം. റുമാലി ഷവർമ. ഞാൻ എടുത്തു തരുമായിരുന്നല്ല. നമുക്ക് സ്വന്തമായിട്ട് വീഡിയോ എടുക്കണം. കഴിച്ചിട്ട് കിടന്നുറക്കം. ഫുഡൊക്കെ കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ഓർഡർ ചെയ്യും, കുറച്ച് താഴെയാണ് അവിടെ നിന്ന് കൊണ്ടുവരും. അപ്പോൾ കുഴപ്പമില്ല, ചൂടോടെ സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇനി ഒരു ഉറക്കം. കഴിച്ചു കഴിഞ്ഞിട്ട് സുഖം ഉറക്കം. രാവിലെ 10 മണി വരെ വീഡിയോ എഡിറ്റ് ചെയ്യണം. വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സുഖമായിട്ട് 10 മണി വരെ കിടന്നുറങ്ങിയിട്ട്
പോവും നമ്മൾ. അപ്പോൾ ബാക്കി വിശേഷം നാളെ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.